ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിൽ മലക്കം മറിഞ്ഞ മുസ്ലിം ലീഗ് 2015 തീരുമാനത്തെ സ്വാഗതം ചെയ്തതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിലാണ് ലീഗ് 2015 അനുകൂല നിലപാട് വ്യക്തമാക്കിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടപ്പാകില്ലെന്ന രാഷ്ട്രീയ നിലനിൽപ്പിനായി ഇപ്പോൾ നിലപാടെടുക്കുന്ന ലീഗ് 2015 എടുത്ത നിലപാടിന്റെ ഔദ്യോഗിക രേഖകളാണ് ജനം ടിവി പുറത്തുവിടുന്നത്. ജനം ബിഗ് ബ്രേക്കിംഗ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. 2015 പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ ഈ നിലപാട് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. അതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. രാജ്യത്ത് ഈ തീരുമാനം നടപ്പാക്കിയാൽ ജനാധിപത്യത്തിന് അത് ഗുണകരമാകുമെന്നായിരുന്നു അഭിപ്രായം. എന്നാൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതോടെ മുസ്ലിം ലീഗും മലക്കം മറിഞ്ഞു. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ആശയത്തെ എതിർക്കുന്നില്ലെങ്കിലും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ എതിർത്ത് പ്രതിപക്ഷത്തോടൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഉന്നതാധികാര സമിതിയുടെ ശുപാർശകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ കളം മാറൽ. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചപ്പോഴും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുന്നിലും മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. ജനം, മലപ്പുറം.